Next, we will study the device in the pair Van de Graaff generator. Van de Graaff generator is a high positive potential generator. High positive potential generator is a device. This positive potential is a positive potential generator. This positive where positive charge this positive strong positive ripple. This positive acceleration kittum. Appo charged particles accelerate ennolla purpose ilana nammal ee device ubhayikkunnu. Appo Van de Graaff generator ഉപയോഗിച്ച് high positive potential ഉണ്ടാക്കാം. ഈ positive potential ഉപയോഗിച്ച് charges നെ എന്ത് ചെയ്യാം? Accelerate ചെയ്യാം. ഇനി നമുക്ക് device നെ പറ്റി പറയാം. Device നകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ഇരിക്കുന്നത്. ഇതൊരു മെറ്റൽ ഷെല്ലാണ്. അപ്പോൾ ഇതിന്റെ അകം പൊള്ളയാണ്. അബ്ദുള്ളയുടെ തലയുടെ അകം പോലെ. അപ്പോൾ നോക്കൂ, അപ്പോൾ മെറ്റൽ ഷെല്ലാണ് അല്ലേ അബ്ദുള്ള? ഇനി ഇതിനെ സപ്പോർട്ട് ചെയ്ത് രണ്ട് സ്റ്റാൻഡ് കാണും. അപ്പോൾ ഇൻസുലേറ്റർ സ്റ്റാൻഡാണ്. ഇനി ഇതിന്റെ സെന്ററിൽ ഒരു പുള്ളി കാണും. ഇതിന്റെ ബേസിലും ഒരു പുള്ളി കാണും. ഇനി ഈ രണ്ട് പുള്ളികളെയും കപ്പികളെയും തമ്മിൽ കണക്ട് ചെയ്ത് ഒരു എൻഡ്ലെസ് ബെൽറ്റ് ഉണ്ട്. എൻഡ്ലെസ് ബെൽറ്റിന് ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ റബ്ബർ ബാൻഡ് ഇല്ലേ? റബ്ബർ ബാൻഡ് ഇൻസുലേറ്റർ അല്ലേ? അതിന് എൻഡ് ഇല്ലല്ലോ. അപ്പൊ റബ്ബർ ബാൻഡ് എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റർ ബെൽറ്റിനാണ്, എൻഡ്ലെസ് ബെൽറ്റിന് എക്സാമ്പിൾ ആണ്. അപ്പൊ അതേപോലെ ഒരു റബ്ബർ ബാൻഡോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം ഇങ്ങനെ രണ്ട് പുള്ളിയും കണക്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു കമ്പിയുണ്ട്, മേലിലൊരു കമ്പിയുണ്ട്. ഈ കമ്പി ഇതാ വെളിയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ബെൽറ്റിൽ ഇങ്ങനെ തൊട്ടിരിക്കും. ഇനി മേലിരിക്കുന്നത് ബെൽറ്റിൽ ഇങ്ങനെ തൊട്ടിരിക്കും. അതിന്റെ മറ്റേ എൻഡ് ഈ മെറ്റൽ ഷെല്ലിൽ വെച്ച് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചേക്കും. അപ്പൊ ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കും. ഈ എൻഡ് ഫിക്സഡ് അല്ല, അവിടെ തൊട്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഈ എൻഡ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തൊട്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ ഇതുപോലെ തന്നെ ഈ എൻഡ് ഇങ്ങനെ ജസ്റ്റ് തൊട്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഈ സാധനങ്ങളുടെ പേര് ബ്രഷ് എന്നും വിളിക്കാം, അല്ലെങ്കിൽ കോംബ് എന്ന് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ ഇത്രയാണ് ഈ ഡിവൈസ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിനെ പറ്റി മലയാളത്തിൽ കാര്യങ്ങൾ പറയുന്നു. ഒരു മെറ്റൽ ഷെല്ലുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്ത് രണ്ട് സ്റ്റാൻഡ് കാണും. ഇതായിരിക്കുന്നു രണ്ട് സ്റ്റാൻഡ്. ഇനി ഈ മെറ്റൽ ഷെല്ലിന്റെ സെന്ററിൽ ഒരു പുള്ളിയുണ്ട്, താഴെയും ഒരു പുള്ളിയുണ്ട്. ഈ രണ്ട് പുള്ളികളെയും തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ഇൻസുലേറ്റർ കൊണ്ടുള്ള ബെൽറ്റ് കാണും. ഇൻസുലേറ്റർ കൊണ്ടുണ്ടാക്കിയ ഒരു എൻഡ്ലെസ് ബെൽറ്റ് കാണും. ഇനി അടുത്തെന്താണ്? താഴെ ഒരു ബ്രഷ് കാണും. ഒരു കമ്പിയാണ്, ഒരു കോപ്പർ കമ്പി മതി. അപ്പൊ ഒരു ബ്രഷ് അല്ലെങ്കിൽ കോമ്പ് കാണും. മേലും ഒരെണ്ണം കാണും. ഇതിന്റെ ഈ എൻഡ് കണ്ടോ? ഈ എൻഡ് ഞാൻ ഇപ്പൊ തൊടുന്ന എൻഡ് ഇത് ഈ ബെൽറ്റിൽ വന്ന് തൊട്ടിരിക്കുകയുള്ളൂ. അതുപോലെ ഇവിടുത്തെ അതെ എൻഡ് ബെൽറ്റിൽ വന്ന് തൊട്ടിരിക്കുന്നു. മറ്റേ എൻഡ് എവിടെയായിട്ട് കണക്റ്റഡ് ആണ്? മെറ്റൽ ഷെല്ലിൽ കണക്റ്റഡ് ആണ്. ഇനി എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ താഴെയുള്ള പുള്ളിയെ ഒരു മോട്ടറിൽ കണക്ട് ചെയ്യുക. മോട്ടർ അങ്ങോട്ട് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഈ പുള്ളി കറങ്ങും. ഈ പുള്ളി കറങ്ങിയാൽ ഈ ബെൽറ്റ് കറങ്ങും. ബെൽറ്റ് കറങ്ങുന്ന സമയത്ത് ഇത് മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കറങ്ങുന്ന സമയത്ത് ഈ ബെൽറ്റ് ഈ താഴെയുള്ള കോമ്പിൽ ഒരഞ്ഞോണ്ടല്ലേ പോകുന്നത്. ഈ താഴെയുള്ള കോമ്പിന് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് അങ്ങോട്ട് കൊടുക്കുക. നല്ല സ്ട്രോങ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ അങ്ങോട്ട് കൊടുക്കുക. അപ്പൊ ഇതിന് പോസിറ്റീവ് കൊടുക്കുക. അപ്പോൾ ഈ ബെൽറ്റ് അതിലൂടെ ഒരഞ്ഞോണ്ട് പോകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഒരയുന്ന സ്ഥലത്തിനെല്ലാം പോസിറ്റീവ് കിട്ടും. സംശയമുണ്ടോ? അത് ഒരയുന്ന സ്ഥലത്തിന് എല്ലാം പോസിറ്റീവ് കിട്ടുന്നത് ഇത് ഇൻസുലേറ്റർ ആണ്. ഇൻസുലേറ്റർ വന്ന് ഈ ചാർജ് ഉള്ളതിൽ തൊട്ട് കഴിഞ്ഞാൽ ആ ഇൻസുലേറ്ററിന്റെ ആ സ്ഥലങ്ങൾക്ക് ആ ചാർജ് കിട്ടും. ആ ചാർജ് അവിടെ തന്നെ ഇരിക്കും. ഇൻസുലേറ്റർ ആയതുകൊണ്ട് എങ്ങോട്ടും ഫ്ലോ ചെയ്യില്ല. അപ്പൊ ആ കിട്ടിയ പോസിറ്റീവും കൊണ്ട് ഈ ബെൽറ്റ് റണ്ണായി മേലെ വരും. മേലെ വരുമ്പോൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് ഇങ്ങനെ താഴെ പോകുന്ന സമയത്ത് ഈ കോമ്പിൽ ഒരയും. ഈ കോമ്പിൽ ഒരയുമ്പോഴത്തേക്ക് ഈ ബെൽറ്റിലിരിക്കുന്ന ചാർജ് എവിടെ കിട്ടും? ഈ ബ്രഷിന് കിട്ടും, അല്ലെ ഈ കോമ്പിന് കിട്ടും. ഇനി ആ കോമ്പ് ഒരു മെറ്റൽ അല്ലേ? അപ്പൊ അതിൽ നിന്ന് ആ ചാർജ് ഇവിടെ വരും. അപ്പൊ ആ ചാർജ് സർഫസിൽ വരും. ഇനി ഇത് ഷെല്ലാണല്ലോ, ഷെല്ലിന് ചാർജ് കൊടുത്താൽ ചാർജസ് സർഫസിൽ സ്പ്രെഡ് ആവൂലേ? അപ്പൊ പോസിറ്റീവ് സർഫസിലേക്ക് വന്നു. ഇനി ഈ റൊട്ടേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതനുസരിച്ച് താഴെ നിന്ന് പോസിറ്റീവ് ഇതിലോട്ട് കയറും. അതിനെയും കൊണ്ട് ഇത് ബെൽറ്റ് മേലെ ചെല്ലും. അവിടെ നിന്ന് ഇവിടെ ചാർജ് വരും. ഇങ്ങനെ കുറെ നേരം കഴിയുമ്പോൾ ഈ മെറ്റൽ ഷെല്ലിന്റെ സർഫസ് എന്ന് പറയുന്നത് ഹൈ പോസിറ്റീവ് പൊട്ടൻഷ്യലിലേക്ക് ആവും. ഈ ഡിവൈസിന്റെ പേരാണ് Van de Graaff generator. So I will explain. So Van de Graaff generator is a high positive potential generator. Van de Graaff generator is a high positive potential generator. It consists of a metallic shell supported by insulator stands. Then there is a pulley at the center of the shell. There is another pulley at the bottom. An endless belt made of an insulator passes over the pulleys. Then there are two combs, one at the bottom and one at the top, both touching the belt. Then
the comb at the top is connected to the metal shell. Then the comb at the bottom is given positive potential. Okay. Then the pulley at the bottom is connected to a motor. Then what happens when the motor runs? Then the pulley runs. Then what happens? The belt comes in contact with what? Comb. It rubs against the comb. Then the belt will get positive potential. The belt will get positive potential. The belt will get positive charge. Then it will carry the positive charge upwards. When it comes in contact with the comb at the top, that comb will get positive charge. Then that is connected to the metal shell. So the metal shell will get the charges. Then when you give charges to a metal shell, the charges reside on its surface. So all these charges move to the surface of the shell. After a few rotations, the positive potential of the shell reaches extremely high value. This positive potential can be used to accelerate charged particles. This high positive potential can be used to accelerate charged particles. Once again, I will explain. So listen. Van de Graaff generator consists of what? A metal shell supported by insulator stands. Then there are two pulleys, one at the center of the shell and one at bottom. An endless belt made of an insulator passes over the pulleys. Then there are two combs, one at the bottom and one at top, both touching the belt. Then the comb at the bottom is given positive potential. The pulley at the bottom is driven using a motor. So the belt runs, it is rubbed against the comb. So the belt will get positive charge. Then as it runs, it carries a charge upwards. Then when it comes in contact with the comb at the top, that comb will get positive charge by contact. Then it is connected to the metal shell. So the charges move to the surface of the shell. Then after a few rotations, the positive potential of the shell reaches high value. This high positive potential can be used to accelerate charged particles. That's all about which device? Van de Graaff generator. Now, let me explain the principle of this device. ഈ ഡിവൈസിന്റെ പ്രിൻസിപ്പിൾ ഞാൻ പറയാം. എന്നിട്ട് നമ്മൾ ഈ സ്ഥലത്തേക്ക് വീണ്ടും വരും. സോ ലിസൺ പ്രോപ്പർലി. നമ്മളിവിടെ രണ്ട് കോൺസെൻട്രിക് ഷെൽസ് എടുക്കാം. ഇതൊരു ഷെല്ലാണ്. ഇതിന്റെ റേഡിയസ് ക്യാപിറ്റൽ R. ഒരു ഷെല്ലാണ്. ഇതിന് ഞാനൊരു ചാർജ് കൊടുക്കട്ടെ. പോസിറ്റീവ് ചാർജാണ് കൊടുക്കുന്നത്. ആദിത്യൻ പോസിറ്റീവ് ചാർജാണ് കൊടുക്കുന്നത്. പോസിറ്റീവ് ചാർജ് കൊടുക്കുന്നു. ആ ചാർജാണ് Q. അതെവിടെ കാണും? അതിന്റെ സർഫസിൽ കാണും. സോ ദിസ് ഈസ് എ ഷെൽ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ R. ഐ എം ഗിവിംഗ് എ ചാർജ് Q to it. The positive charge will reside on its surface. സംശയമില്ല. ഇനി ഇതിന്റെ അകത്ത് കോൺസെൻട്രിക് ആയിട്ട് വേറെ ഷെൽ ഇരിപ്പുണ്ട്. കണ്ടോ? വേറെ ഷെൽ ഇരിപ്പുണ്ട്. ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ ആർ ആണ്. ഇതിന്റെ റേഡിയസ് എത്ര? സ്മോൾ ആർ. ഇതിനും ഞാൻ ചാർജ് കൊടുക്കുന്നു. പോസിറ്റീവ് ചാർജ് തന്നെയാണ്. ആ ചാർജ് ഇതിന്റെ സർഫസിൽ കാണും. ആ ചാർജാണ് Q. ഇത്രയും മനസ്സിലായോ? അപ്പൊ എത്ര ഷെൽസ് ഉണ്ട്? രണ്ട് കോൺസെൻട്രിക് ഷെല്ലുകളുണ്ട്. ഒന്നിന്റെ റേഡിയസ് ക്യാപിറ്റൽ R, ഒന്നിന്റെ റേഡിയസ് സ്മോൾ r. ഇനി വലുതിന് കൊടുക്കുന്ന ചാർജ് ക്യാപിറ്റൽ Q. അപ്പൊ എന്ത് സംഭവിക്കുന്നു പറയൂ? വലുതിന് ക്യാപിറ്റൽ Q കൊടുത്താൽ വലുതിന്റെ സർഫസിൽ ആ ചാർജാണ്. ചെറുതിന് കൊടുക്കുന്ന ചാർജ് പറയൂ? സ്മോൾ Q. അത് അതിന്റെ സർഫസിൽ കാണും. ഇത്രയും മനസ്സിലായി. ഇനി ഓരോന്നായിട്ട് എനിക്ക് പറഞ്ഞു തരണം. നമ്മളിവിടെ ഓരോന്നായിട്ട് പറയാൻ പോവാണ്. ഈ വലുതിന്റെ സർഫസിലെ ഒരു പോയിന്റ് എടുക്കും. വലുതിന്റെ സർഫസിലെ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. Potential on the surface of bigger shell. Bigger shellന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പോവാണ്. ഞാൻ അതിനെ VR എന്ന് വിളിക്കുന്നു. Potential on the surface of shell having radius capital R. പൊട്ടൻഷ്യൽ ആണുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഇക്വേഷൻ? 1/4πε0 Q by R. അതല്ലേ ഇക്വേഷൻ? 1/4πε0 Q by R. അപ്പൊ ഈ ഷെല്ലിന്റെ ഇവിടുത്തെ പൊട്ടൻഷ്യൽ നിങ്ങൾ പറയണം. നിങ്ങൾ തന്നെ പറയൂ. പൊട്ടൻഷ്യൽ എത്രയാ? നിങ്ങൾ തന്നെ പറ. 1/4πε0 Q by പറയൂ. ഇതാണ് ഷെൽ. ഷെല്ലിന്റെ ചാർജ് Q. ഷെല്ലിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എന്താണ്? Q ആണ് ചാർജ്. സർഫസിലെ പൊട്ടൻഷ്യൽ എന്താ? 1/4πε0 Q by ക്യാപിറ്റൽ R അല്ലേ?
1/4πε0 Q by capital R. അപ്പോൾ Q ചാർജ് ഉള്ള R റേഡിയസ് ഉള്ള ഈ ഷെല്ലിന്റെ സർഫസിൽ അവൻ കാരണമുള്ള പൊട്ടൻഷ്യൽ ഇതാ എഴുതി. ആ Q ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ എഴുതി. ഇനി നിങ്ങൾ പറയണം, കണ്ടേ ഈ ഷെല്ലിനെ കണ്ടോ, ഈ ഷെല്ല് കാരണവും ഒരു പൊട്ടൻഷ്യൽ ഇവിടെ വരില്ലേ? ഈ അകത്തിരിക്കുന്ന ഷെല്ല്, അതിന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ചാർജ് Q ആണ്, അവൻ കാരണവും ഇവിടെ ഒരു പൊട്ടൻഷ്യൽ വരില്ലേ? അപ്പൊ ആ പൊട്ടൻഷ്യൽ എത്ര വരും? ഇവന്റെ ചാർജ് Q ആണ്, ഇവന്റെ സെന്ററിൽ നിന്ന് ഇതുവരെയുള്ള ദൂരം ക്യാപിറ്റൽ R ആണ്. അങ്ങനെയാണെങ്കിൽ ഇവന്റെ വെളിയിലെ പോയിന്റ് അല്ലേ ഇത്? മനസ്സിലായില്ല? ഇതാണ് നിങ്ങളുടെ ഷെൽ, ചെറിയ ഷെൽ, അതിന്റെ ചാർജ് എന്ന് പറയുന്നത് Q ആണ്. അതിന്റെ വെളിയിലെ പോയിന്റ് അല്ലേ ഇത്? അതിന്റെ വെളിയിലെ പോയിന്റ് ആണ്, ഇതിന്റെ വെളിയിലെ പോയിന്റ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് ക്യാപിറ്റൽ R ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ആണ് വെളിയിലെ പൊട്ടൻഷ്യൽ ആണല്ലോ ഇക്വേഷൻ പറയൂ. 1/4πε0 Q ചാർജ് ബൈ ആ വെളിയിലെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോഴേ ഇവൻ കാരണം അവിടെ എത്ര പൊട്ടൻഷ്യൽ ഉണ്ടാവും പറയൂ? 1/4πε0 Q ബൈ പറയൂ ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ദൂരം R എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് ഓഫ് ബിഗർ ഷെൽ ആവും. ഞാനൊന്നും കൂടെ പറയും, ശ്രദ്ധിച്ച് പറയണം. എനിക്ക് വേണ്ടത് തന്റെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റിലെ പൊട്ടൻഷ്യലാണ്. മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ് എവിടെയാണ്? ഈ തടിയന്റെ സർഫസിലാണ്. അപ്പൊ തടിയന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എനിക്ക് വേണം. അപ്പൊ പൊട്ടൻഷ്യൽ എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ ആദ്യം പറയാം. ഈ തടിയനെ നിങ്ങൾ കണ്ടോ, തടിയന്റെ ചാർജ് Q ആണ്, തടിയന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. അപ്പൊ തടിയന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എന്താണ്? 1/4πε0 തടിയന്റെ ചാർജ് ബൈ തടിയന്റെ റേഡിയസ്. പറയൂ പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് ഓഫ് തടിയൻ. പറയൂ 1/4πε0 ക്യാപിറ്റൽ Q ബൈ ക്യാപിറ്റൽ R. ഓക്കെ, ഇത് മനസ്സിലായി. ഇനി അടുത്ത് ഈ ചെറുത് നോക്കൂ. ഈ ചെറുതിന് നിങ്ങൾ ചാർജ് കൊടുത്തിരിക്കുകയാണ്. ആ ചെറുതിനെ സംബന്ധിച്ച് ഇതെന്ന് പറയുന്ന ആ ചെറുതിന്റെ വെളിയിലുള്ള ഒരു പോയിന്റ് ആണ് ഈ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചെറുത് കാരണം ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. അതെങ്ങനെ കാണും? വെളിയിലെ പൊട്ടൻഷ്യൽ എങ്ങനെ കാണുന്നത്? 1/4πε0 Q ബൈ ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പൊ 1/4πε0 പറയും ഇവന്റെ ചാർജ് എന്താണ്? Q ഡിവൈഡഡ് ബൈ ഇവന്റെ സെന്റർ തൊട്ട് ഇതുവരെയുള്ള ദൂരം എന്ന് പറയുന്നത് ക്യാപിറ്റൽ R. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് ഓഫ് ബിഗർ ഷെൽ കിട്ടും. ഓക്കെ, so listen here. How many concentric shells are here? 2 concentric shells are here. Then what is the radius of the outer? Capital R. Then what is the charge given to the outer? Capital Q. That charge will reside on its surface. Then this is the second shell. What is the radius of it? Small r. It is given a charge small q. The charges reside on its surface. No doubt. Now I want the potential at this point. How can I calculate the potential at this point? Tell me. So this is a point on the surface of bigger shell. So charge of the bigger shell is capital Q. The radius of the bigger is capital R. So what is the potential at this point due to this charge? So 1/4πε0 capital Q by capital R. No problem. Now using 1/4πε0 capital Q by capital R. This is a potential at this point due to this charge capital Q. Now this is another one. Am I right? It has a charge Q. Then this point is actually outside this. Am I right? So due to this there will be a potential outside. So what is that potential? 1/4πε0 charge of it by distance to it. So it is capital R. So 1/4πε0 Q by capital R. This is a potential on the surface of bigger shell. Now I consider the next point. I want the potential at this point. See, this is a second point considered. Am I right? I want the potential here. So potential on the surface of smaller shell. So I represent it as V smaller. So how can I calculate? Tell me. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്താണെന്ന് പറയൂ. ഇവൻ എവിടത്തെ പോയിന്റ് ആണ്? ചെറുതിന്റെ സർഫസിലെ പോയിന്റിലാണ് അല്ലേ? അപ്പൊ ചെറുതിന്റെ സർഫസിലെ പോയിന്റ് ആണ്. അപ്പൊ ചെറുതിലെ ചാർജ് സ്മോൾ Q, ചെറുതിന്റെ റേഡിയസ് സ്മോൾ R. അപ്പൊ ഈ ചെറുതിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എങ്ങനെ കാണും? 1/4πε0 ചാർജ് ബൈ അവന്റെ റേഡിയസ്. പറയൂ 1/4πε0 പറയൂ അവന്റെ ചാർജ് ബൈ അവന്റെ റേഡിയസ് ആണേ. അപ്പൊ ഈ ചെറുത് കാരണം ചെറുതിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എഴുതി. ഇനി അടുത്ത പറയണം, ഈ വലുത് കാരണം ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ? വലുത് കാരണവും ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ? വലുതിന്റെ സർഫസിൽ പൊട്ടൻഷ്യൽ ഉണ്ടാവോ? ഉണ്ടാവും.
അകത്തുള്ള എല്ലാ പോയിന്റിലും അതേ പൊട്ടൻഷ്യൽ അല്ലേ? അപ്പോ ഈ തടിയന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πε0 ക്യാപിറ്റൽ Q ബൈ ക്യാപിറ്റൽ R അല്ലേ? അതിന്റെ അകത്തുള്ള ഏത് പോയിന്റിലും അതേ പൊട്ടൻഷ്യലില്ലേ കിട്ടുക. അപ്പൊ ഈ തടിയൻ കാരണം അകത്തുള്ള പൊട്ടൻഷ്യൽ എത്രയെന്ന് പറയൂ? 1/4πε0 Q ബൈ ക്യാപിറ്റൽ R അല്ലേ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് ഓഫ് സ്മോളർ ഷെൽ കിട്ടും. ഞാൻ ഒന്നുകൂടെ പറയാം. കൺഫ്യൂസ് ചെയ്യരുത്. സിമ്പിൾ കേസാണ്, ചവർ കേസാണ്. നിങ്ങൾ അതിനെ കൺഫ്യൂസ് ചെയ്തില്ലാതാക്കരുത്. പറയൂ, ഞാൻ ഇതാണ് പോയിന്റ് എടുത്തത്. ഈ പോയിന്റ് എവിടത്താണെന്ന് ആദ്യം പറയൂ. ഈ പോയിന്റ് എന്ന് പറയുന്നത് അകത്തിരിക്കുന്ന ഷെല്ലിന്റെ സർഫസിലെ പോയിന്റ് ആണ്. അകത്തെ ഷെല്ലിന്റെ സർഫസിലെ പോയിന്റ് ആണ്. അപ്പൊ അവിടുത്തെ പൊട്ടൻഷ്യൽ എങ്ങനെ കാണും? സർഫസിലെ പൊട്ടൻഷ്യൽ എങ്ങനെ കാണും? 1/4πε0 ചാർജ് ബൈ അവന്റെ റേഡിയസ്. അപ്പൊ 1/4πε0 ഞാൻ എഴുതാം. 1/4πε0 അവന്റെ ചാർജ് എന്താണ്? സ്മോൾ q ഡിവൈഡഡ് ബൈ അവന്റെ റേഡിയസ് എന്താണ്? സ്മോൾ r. ഓക്കെ, അപ്പൊ ഈ ചെറുത് കാരണം ചെറുതിന്റെ സർഫസിലെ പൊട്ടൻഷ്യലായി. ഇനി അടുത്ത ഒരു കാര്യം, ഈ പോയിന്റിൽ ഈ തടിയൻ കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവില്ലേ? തടിയൻ കാരണം ഈ പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും. തടിയൻ കാരണം തടിയന്റെ സർഫസിൽ ഒരു പൊട്ടൻഷ്യൽ ഇല്ലേ? അത്ര 1/4πε0 ക്യാപിറ്റൽ Q ബൈ ക്യാപിറ്റൽ R. ഇനി ചാർജ്ഡ് സാധനമാണെങ്കിൽ അതിന്റെ സർഫസിൽ അതേ പൊട്ടൻഷ്യൽ ആയിരിക്കില്ലേ അകത്തുള്ള എല്ലാ പോയിന്റിലും? അപ്പോ ഇതിന്റെ സർഫസിൽ ഉള്ള പൊട്ടൻഷ്യൽ എത്ര? 1/4πε0 ക്യാപിറ്റൽ Q ബൈ ക്യാപിറ്റൽ R. അകത്തെല്ലാ പോയിന്റിലും അതല്ലേ? അപ്പൊ ഈ പോയിന്റിലും അതല്ലേ? അപ്പൊ പറയൂ 1/4πε0 ക്യാപിറ്റൽ Q ബൈ ക്യാപിറ്റൽ R. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് ഓഫ് സ്മോളർ ഷെല്ലായി. അപ്പൊ രണ്ട് പോയിന്റിലെയും പൊട്ടൻഷ്യൽ ആയി. അപ്പൊ ഞാൻ ഇതൊന്നും കൂടെ പറയാം. ലിസൺ ഹിയർ. നെക്സ്റ്റ്, ഐ വാണ്ട് ദ പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ്. This is a point on the surface of inner shell. Charge of the inner shell is Q, small q. Radius of the inner shell is smaller. So, what is the potential at this point due to the smaller shell? It is 1/4πε0 charge by its radius. So, 1/4πε0 small q by its radius smaller. Okay. Then, at this point, there will be a potential due to the outer one also. Due to the outer one also, there will be a potential here. See, this is the outer one. What is the potential on its surface? 1/4πε0 charge by its radius. 1/4πε0 capital Q by capital R. This is a potential on the surface of this figure. Then, this is a charged one. Am I right? So, at any point in the interior, the potential has same value. So, what is the potential on the surface of the bigger one? 1/4πε0 capital Q by capital R. So, what will be the potential at this point also? It is same. So, 1/4πε0 capital Q by capital R. So, you add, it is a potential on the surface of smaller. Okay. Now, you compare the two. See, first term same. 1/4πε0 same. Q same. Then, here capital R, here small r. You listen. Which is greater? Capital R is greater. Capital R is greater. So, denominator is greater. So, this answer is less. So, the first answer is less. Second answer is great. See, V capital R is less than V small r. Am I right? So, this potential is high. This potential is high. The potential at this point is high. The potential at the outer point is low. See, I mark this as A. This as B. Potential at A is greater. Potential at A is greater. Potential at B is less. So, if I connect these 2 points by means of a wire, what will happen? Charges flow from high potential A to low potential B. So, listen. A is at high potential. B is at low potential. So, if I connect them by means of a wire, the charges move from high potential one to low potential. So, definitely, the charges move from A to B. Charges move from A to B. Listen. See, how many spheres are here? How many shells are here? 2 concentric shells are here. See, charge of both positive. Am I right? So, if you connect these two by means of a wire like this, definitely charges move from inner one to outer. Once again, how many concentric shells are there? 2. See, both are given charges Q, Q. Okay, then both positive.
Then if you connect these two by means of a wire like this, definitely charges move from inner one to outer. Now come to this side. See how many shells are here? 2 shells. You listen. This is a original shell. You consider this part as a shell. Okay. Then I am connecting these two. Okay. I am connecting these two. Charges will flow from inner one to outer one only. So in all, you see, you rotate for so much time. In all cases, the charges move from inner shell to outer. So, നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും കുറെ നേരം കഴിയുമ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഭയങ്കര കൂടി പോകൂലേ, അപ്പോൾ ഇവിടെ ചാർജ് ഇങ്ങനെ ഒന്ന് അക്യുമുലേറ്റ് ചെയ്താൽ ചാർജ് പുറത്തുനിന്ന് അകത്തേക്ക് കയറൂലേ എന്ന് നമുക്കൊരു ഡൗട്ട് തോന്നും. അങ്ങനെ ഒരു സംശയമേ വേണ്ട. So if you connect these two by means of a wire like this, see definitely charges move from inner one to outer one. See, this is a principle of what? Van de Graaff generator. Okay. So ഞാൻ ഇത് full ആയിട്ട് ഒന്നും കൂടെ ഞാൻ പറയും. Listen properly. So once again, so what is a Van de Graaff generator? Van de Graaff generator is a high positive potential generator. Van de Graaff generator is a high positive potential generator. This high positive potential can be used to accelerate charges. So it consists of a metallic shell. It consists of a metallic shell. Then it is supported by insulating strands. Okay. So there are insulating strands. There is a pulley at the center of the shell. There is another pulley at the bottom. Okay. An endless belt made of an insulator passes over the pulleys. An endless belt made of an insulator passes over the pulleys. Then there are 2 combs. There are 2 combs or brushes. One at the top and one at the bottom. Both just touching the belt. Okay. Then there is a base for this device. Then the comb at the bottom is given positive charge. Then the pulley at the bottom is connected to a motor. Motor is turned on. So what will happen? This pulley will rotate. The belt will rotate. So belt rubs against this comb. So that part of the belt will get which charge? Positive charge. So the belt carries a positive charge upwards during rotation. When it is rubbed against this comb, that brush will get positive charge. It is connected to what? The shell. So the positive charge will reach here. It will move to the surface of the shell. Okay. Then after a few rotations, the positive potential of the shell reaches high value. This high positive potential can be used to accelerate charged particles. That's all about the working. Now the working principle. You consider 2 concentric shells. The radius of the inner is smaller. The charge of it is small q. The charge will reside on its surface. Then the radius of the outer one is capital R. It is given a charge capital Q. It resides on its surface. So you assume that both the charges are positive. Now listen, I am considering 2 points here. This is point B and this is point A. I want the potential at A. What is the potential at A? I want the potential at A. Tell me. So potential of A, potential at the point A, or you take it as V small r. Then potential of the shell of radius small r. Tell me. This is your shell. Idana nammada shell. What is the charge of it? Small q. What is the radius of it? Small r. So അതിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എന്താ? 1/4πε0 അതിന്റെ ചാർജ് ബൈ അതിന്റെ റേഡിയസ്. പറയൂ. 1/4πε0. പറയൂ. ഈ പോയിന്റിലാണ് വേണ്ടത്. 1/4πε0 q by r. ഓക്കെ. ഇനി അടുത്തെന്താണ് വേണ്ടത്? ഈ പോയിന്റിൽ എ എന്ന് പറയുന്ന ഈ പോയിന്റിൽ ഈ തടിയൻ കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. തടിയന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എന്താ? 1/4πε0 തടിയന്റെ ചാർജ് ബൈ തടിയന്റെ റേഡിയസ്. ആ പൊട്ടൻഷ്യൽ തന്നെ അകത്ത് എല്ലാ പോയിന്റിലും കിട്ടില്ലേ? അപ്പോ തടിയന്റെ അകത്തുള്ള പോയിന്റ് ആണ് എ. അപ്പോ തടിയന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ തന്നെ അകത്ത് വരും. എത്രയാ? 1/4πε0 തടിയന്റെ ചാർജ് ബൈ തടിയന്റെ റേഡിയസ്. ഓക്കെ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് എ. Okay, no doubt. Then what is the potential at the point B? So what is the potential at the point B?
or you write it as V capital R. So potential on the surface of a shell having radius capital R. So നിങ്ങൾ എന്താ പറയും, എങ്ങനെ കണ്ടുപിടിക്കും? ഈ പോയിന്റിലെ പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും പറയൂ? ഈ തടിയന്റെ ചാർജ് Q, തടിയന്റെ റേഡിയസ് ക്യാപിറ്റൽ R. അപ്പൊ തടിയന്റെ സർഫസിലെ പോയിന്റ് ആണ് പൊട്ടൻഷ്യൽ പറ 1/4πε0 ക്യാപിറ്റൽ Q ബൈ ക്യാപിറ്റൽ R പ്ലസ്. ഇനി അടുത്ത് ഈ പോയിന്റിൽ വേറെ ആരെങ്കിലും കാരണം പൊട്ടൻഷ്യൽ ഉണ്ടാവുമോ? ഈ അകത്തിരിക്കുന്നവനെ കണ്ടോ, അവന്റെ പുറത്തുള്ള പോയിന്റ് ആണിത്. അപ്പോ ഇവൻ കാരണം ഈ അകത്തിരിക്കുന്നവൻ കാരണം പുറത്ത് പൊട്ടൻഷ്യൽ എത്ര വരും? 1/4πε0 അകത്തുള്ളവന്റെ ചാർജ് ഡിവൈഡഡ് ബൈ അകത്തുള്ളവൻ തൊട്ട് ഇതുവരെയുള്ള ദൂരം ക്യാപിറ്റൽ R. അപ്പൊ നമ്മൾ രണ്ട് ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതില് രണ്ടിലും ഈ ടേംസ് കോമൺ ആയിട്ടുള്ള ടേംസ് അങ്ങ് കളഞ്ഞു നോക്കൂ. ഇതും കളഞ്ഞ് ബാക്കി ചിന്തിച്ച് നോക്കൂ. Q ഇവിടെ സ്മോൾ ആർ ആണ്, ഇവിടെ ക്യാപിറ്റൽ ആർ ആണ്. ക്യാപിറ്റൽ ആർ ഗ്രേറ്റർ അല്ലേ? ക്യാപിറ്റൽ ആർ ഗ്രേറ്റർ ദാൻ സ്മോൾ ആർ, ശരിയല്ലേ? അപ്പൊ ക്യാപിറ്റൽ ആർ ഗ്രേറ്റർ ദാൻ സ്മോൾ ആർ. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഇവിടെ ക്യാപിറ്റൽ ആർ ഗ്രേറ്റർ, അപ്പൊ ഡിനോമിനേറ്റർ ഗ്രേറ്റർ, ആൻസർ ലെസ്. അപ്പൊ വി ക്യാപിറ്റൽ ആർ ലെസ് ദാൻ വി സ്മോൾ ആർ. അപ്പോ ഈ പോയിന്റിലെ പൊട്ടൻഷ്യലിറ്റി എ ആണ് ഗ്രേറ്റർ. അപ്പോ എയിലെ പൊട്ടൻഷ്യൽ ഗ്രേറ്ററും ബിയിലെ പൊട്ടൻഷ്യൽ ലെസ്സും. If you connect these two by means of a wire, the charges move from high potential point to low potential wire point. So the charges move from A to B. Charges move from A to B. See how many concentric shells are considered? 2. See both are given positive charges. Okay, then see the point A will be at a high potential, the point B will be at a low potential. If you connect these two, the charges definitely move from inner point to outer point. Okay, the charge is not a matter for us. If you are giving positive charge and if the shells are concentric like this, the charges always move from inner point to outer point. Now come to this side. See, this is your original shell. You consider this portion as a shell. See, these two are connected. Am I right? So the charges move from this point to outer side. So always charges move from inner point to outer point. See നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഡൗട്ട്, കുറെ നേരം കഴിയുമ്പോൾ ഇവിടുത്തെ ചാർജ് ഭയങ്കരമായിട്ട് കൂടൂലേ, അപ്പൊ ചാർജ് ഇവിടുന്ന് അകത്തേക്ക് കയറൂലേ എന്ന് ഡൗട്ട് തോന്നും. അങ്ങനെ ഒരിക്കലും ഒരു സിറ്റുവേഷൻ ഇല്ല. See, the inner point will be always at a high potential. The charges move from inner point to outer point only. The charge of the shell is not a matter for us. Okay. So this is a working principle of Van de Graaff generator. Okay. Then this high value, this low value. So what is a potential difference? What is a potential difference between these two? Appo high value in the low value minus cheya. Parayu. High value idalle. Appo 1/4πε0 Q by small r plus 1/4πε0 Q by capital R minus ഈ വാല്യൂ. മൈനസ് കഴിഞ്ഞിട്ടുള്ള എന്തിലിടും? ബ്രാക്കറ്റിലിടണം. അപ്പൊ മൈനസ് പറയൂ, ബ്രാക്കറ്റിലിടൂ. 1/4πε0 Q by capital R plus 1/4πε0 Q by capital R. Okay. Then bracket opening പറയൂ 1/4πε0 Q by R plus 1/4πε0 Q by capital R minus 1/4πε0 Q by capital R minus 1/4πε0 Q by capital R. So these two cancel. So balance. Tell me Q by 4πε0 common എടുത്തിട്ട് ബാക്കി പറയൂ 1 by small r minus 1 by capital R. Okay. See, small r ചെറുതാണോ വലുതാണോ? ചെറുതാണ്. അപ്പോൾ ഇത് ചെറുതാകുമ്പോഴത്തേക്ക് ഡിനോമിനേറ്റർ ചെറുതാകുമ്പോഴത്തേക്ക് ആൻസർ വലുതായിരിക്കും. അപ്പോൾ 1/r ബിഗർ നമ്പർ, ഇത് ചെറിയ നമ്പർ. സോ യുവർ ആൻസർ വിൽ ബി എ പോസിറ്റീവ് ആൻസർ. യുവർ ഫൈനൽ ആൻസർ ഈസ് എ പോസിറ്റീവ് ആൻസർ. Potential difference is a positive answer. So charges always move from inner point to another point. The charge of the outer is not a matter for us. Okay, that's all about Van de Graaff generator. So I will explain fast. So Van de Graaff generator is a high positive potential generator. This high positive potential can be used to accelerate charges. Then it consists of a metal shell supported by insulating strands. Then there are two pulleys, one at the bottom and one at the center of the shell. These are connected by means of an endless belt made of an insulator.
Then there are two combs, one at the bottom and one at the top, both are touching the brush, belt. Then this comb is given the what? The comb at the bottom is given what charge? Positive charge. Then this pulley, the bottom pulley, is connected to a motor. When the motor is turned on, the pulley rotates, the belt rotates. Then it is rubbed against the comb at the bottom. Then the positive charge of the comb will be getting to what? The belt. The belt carries the charges up. Then when it comes in contact with the comb at the top, that comb will get positive. Then it is connected to the shell, so the charges move to the surface of the shell. After a few rotations, the positive potential of the shell reaches high value. This can be used to accelerate charged particles. Now, naturally, we will have a doubt. See, after a few rotations, the positive potential here becomes very large. Then, why can't the charges move from this side to inner one? It is never possible. It is not possible. So, for that, we are considering this. We consider two concentric shells, one of radius small r, one of radius capital R. The charge of the outer one is capital Q. It resides on its surface. Then, the charge of the inner one is small q. It resides on its surface. Then, we consider 2 points A and B. Then we calculate the potential at A. What is the potential at A? Potential at A is equal to 1 by 4 pi epsilon 0 charge of small 1 by radius of small plus 1 by 4 pi epsilon 0 charge of this one by its radius. What is it? See, what is the potential on the surface of the outer? 1 by 4 pi epsilon 0 q by capital R. At any point inside, same. So, you add, you will get the potential at the point A. Then, in a similar way, you can calculate the potential at the point B. What is the potential at B? See, this is a point on the surface of the outer. What is the potential here? 1 by 4 pi epsilon 0 q by capital R plus. Due to this, there will be a potential here. 1 by 4 pi epsilon 0 q by, what is the radius? Capital R. Okay. Then you see, this is a potential at the point A. This is a potential at the point B. Definitely, this potential is greater. See, so potential at A is greater. So, if you connect these two by means of a wire, the charges move from A to B only. So, if we consider two concentric shells with positive charges, definitely the charges move from inner one to outer one if we connect them by means of a wire. This is a working principle of anti-graft generator. So, the potential at A is greater, potential at B is less. So, you calculate the potential difference. So, you are getting this answer. Your answer is a positive answer. So, definitely charges move from A to B. Okay. This is about what? Van de Graaff generator.